കുറച്ച് തെമ്മാടികൾ ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുകയായിരുന്നു. ഹച്ച് എന്ന് പേരുള്ള ഒരാൾ ഇത് കണ്ട് പുഞ്ചിരിച്ചു. അയാൾ വളരെ ശാന്തനായി ബസ് ഡ്രൈവറോട് പുറത്തിറങ്ങാനും വാതിലുകൾ പൂട്ടാനും ആവശ്യപ്പെട്ടു. തുടർന്ന് അയാൾ തന്റെ പിസ്റ്റൾ പുറത്തെടുത്ത് അതിലെ വെടിയുണ്ടകളെല്ലാം എടുത്തുമാറ്റി. ശേഷം 5 ഗുണ്ടകളെ ഹച്ച് ഒറ്റയ്ക്ക് നേരിട്ട് തല്ലിച്ചതച്ചു. എന്നാൽ അതിലൊരു ഗുണ്ടനഗരത്തിലെ വലിയൊരു ഗുണ്ടാത്തലവന്റെ സ്വന്തം അനിയനായിരുന്നു. ഇതറിഞ്ഞ് ദേഷ്യം വന്ന ഗുണ്ടാത്തലവൻ ഹച്ചിനെ വകവരുത്താനായി ഒരു സംഘം കൊലയാളികളെ അയാളുടെ വീട്ടിലേക്ക് അയച്ചു. അക്രമികൾ വരുന്നത് കണ്ട ഹച്ച് തന്റെ കുടുംബത്തെ സുരക്ഷിതമായി ബേസ്മെന്റിൽ ഒളിപ്പിച്ചു. തുടർന്ന് വെറുമൊരു ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് അവൻ ആ കൊലയാളികളെ മുഴുവൻ അടിച്ചു വീഴ്ത്തി. കുടുംബത്തെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം ഹച്ച് കൊലയാളികളുടെ മൃതദേഹങ്ങൾ കത്തിച്ചു കളഞ്ഞു. അതുകൊണ്ടും ഹച്ചിന്റെ പ്രതികാരം തീർന്നിരുന്നില്ല. അവൻ ഗുണ്ടാസംഘം പണം സൂക്ഷിക്കുന്ന രഹസ്യ കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി കാവൽക്കാരെ വീഴ്ത്തിയ ശേഷം അവരുടെ പണമെല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ചാമ്പലാക്കി. പിന്നീട് അയാൾ ധൈര്യത്തോടെ ആ ഗുണ്ടാത്തലവന്റെ മുന്നിൽ നേരിട്ട് ചെന്നു. ഗുണ്ടകൾ തോക്കുചൂണ്ടി വളഞ്ഞെങ്കിലും കയ്യിലുള്ള ഒരു ലാൻഡ് മൈൻ കാണിച്ച് ഭയപ്പെടുത്തി അവൻ അവിടെ നിന്നും എല്ലാവരെയും പറ്റിച്ചുപോയി. എന്നാൽ ഹച്ച് വെറുതെ മടങ്ങാൻ തയ്യാറായിരുന്നില്ല. അവൻ കാറിന്റെ ഹോൺ മുഴക്കി ഗുണ്ടകളെ വീണ്ടും പ്രകോപിപ്പിച്ചു. ദേഷ്യം വന്ന ഗുണ്ടാത്തലവനും സംഘവും ഹച്ചിനെ പിന്തുടർന്ന് അവന്റെ ഫാക്ടറിയിലെത്തി. എന്നാൽ അവിടെ ഹച്ച് നേരത്തെ തന്നെ അവർക്കായി ഒരു വലിയ കെണി ഒരുക്കിവെച്ചിരുന്നു. അവർ അകത്ത് കയറിയ ഉടനെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗ്രനേഡുകൾ പൊട്ടിത്തെറിക്കുകയും ഗുണ്ടകളെല്ലാം ആ വലിയ സ്ഫോടനത്തിൽ മരിക്കുകയും ചെയ്തു.